അടുത്തിടയ്ക്കായിട്ട് പല പല വാർത്തകളും കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ വംശജരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കുറിച്ച് കേൾക്കുന്ന ഒരു റാൻഡം ന്യൂസുകളായിട്ട് വന്ന കാര്യങ്ങളാണ്. ഒന്ന് മോളസ്റ്റേഷൻ, അതായത് കുട്ടികളുമായിട്ടുള്ള അങ്ങനെയുള്ള പല ഇൻസിഡൻസ് കേൾക്കുന്നുണ്ട്. പീഡോഫൈൽ കേസുകളിൽ നമ്മുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്തിനേറെ ഇപ്പോൾ തന്നെ ഈ അവസാനമായിട്ട് ഞാൻ കണ്ടത് ബ്രിട്ടീഷ് മലയാളിയിൽ ഒരു കഴുകൻ പോലെ ഒരുത്തൻ കുറേ പെണ്ണുങ്ങളെ പറ്റിക്കുകയും വീഡിയോകൾ എടുക്കുകയും എന്നുള്ളൊരു 2 സംഭവം. ദിവസം മുമ്പ് വന്ന ന്യൂസ് ആണ് അല്ലേ? അതെ, ഈ ഇടയ്ക്ക് നമ്മൾ കണ്ട ഒരു വാർത്ത. ഏകദേശം ഏതാണ്ട് 10 പെൺകുട്ടികളെ അതെ, പറ്റിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കഥകൾ പറയുന്നത്. മാത്രമല്ല അതിനൊപ്പം അതിൻ്റെ വീഡിയോകൾ എടുക്കുകയും അങ്ങനെയുള്ളൊരു സംഭവം വരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കോമൺ ആയി തന്നെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ നമ്മുടെ ആൾക്കാരിൽ നിന്നും ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സൊക്കെ വളരെ വാർത്തകളിലൊക്കെ സജീവമാവുന്നുണ്ട്. എന്തായിരിക്കാം ഇതിനുള്ള ഒരു ചാൻസുകൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തായിരിക്കും ബ്രോയ്ക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ബ്രോ, ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന കാര്യം പോണോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം. ഓക്കെ. കാരണം പണ്ട് നമ്മൾ ഒളിച്ചും പാത്തുമൊക്കെ തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ വീട്ടിൽ വീഡിയോയിൽ ഇട്ട് കണ്ടുകൊണ്ടിരുന്ന, അതും ഒളിച്ചും പാത്തുമൊക്കെ ആരും ഇല്ലാത്ത സമയത്ത് വളരെയധികം പ്രയത്നത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് എല്ലാവരുടെയും വളരെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഇൻ്റർനെറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഏതിനാണ് ബ്രോ? ഏറ്റവും കൂടുതൽ ആണുങ്ങൾ, ആലോചിച്ച് നോക്കുക, ഏറ്റവും മിക്ക ആണുങ്ങളും ഒരു ഗ്രൂപ്പിലുണ്ടാവും. ആ ഗ്രൂപ്പ് ഏതായിരിക്കും ബ്രോ? അതെ, ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്നുള്ള വ്യാജേന അതിലെല്ലാം വരും സ്വാഭാവികമായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഫോൺ കണ്ടൻസും വരും. ബ്രോ പറഞ്ഞൊരു പോയിന്റ് വളരെ ശരിയാണ്. ആണുങ്ങൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ പെണ്ണുങ്ങളുടെ റേഷ്യോയും വളരെ കൂടുതലാണ്. 78% പെൺകുട്ടികളും കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ്. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സയൻസ് പറയുന്നത് പെണ്ണുങ്ങൾ പൊതുവേ വാച്ച് ചെയ്യുന്ന ലിറ്ററസി പോണോഗ്രാഫിയാണ്. എഴുത്തുകൾ, കഥകൾ, ഇതിലാണ് പെണ്ണുങ്ങൾ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത് സ്റ്റഡി വെച്ചിട്ട്. ആണുങ്ങൾ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പൊതുവേ ഉള്ള വിഷ്വൽ പോണോഗ്രാഫിയിലാണ്, വീഡിയോസിൽ അല്ലെ പടങ്ങളിലോ ഒക്കെയാണ്. ഇപ്പൊ പടത്തിന്റെ ഒന്നും ആവശ്യമില്ല. പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് മുത്തിച്ചിപ്പിയോ അല്ലെങ്കിൽ ഫയർ ഇതുപോലെ വേറെ അതിലും അപ്പുറമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് അത്ര അറിവില്ലെങ്കിലും. അതെ, പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോയില് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. നമ്മൾ വീഡിയോ വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് ഈ വീഡിയോ വേറെ പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ല, ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ ഒരു കാലഘട്ടം. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നില്ല ആരും ഗ്രൂപ്പായിരുന്നു പോൺ. അല്ല, ആലോചിച്ചോണ്ടൊരു അവസ്ഥയല്ല. അന്ന് ഡിപ്പെൻഡബിൾ ആണ് പോണോഗ്രാഫി എന്ന് വെച്ചാൽ, കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല, മാത്രമല്ല പേടിയുണ്ട്. അപ്പൊ ഈ പേടി വരുമ്പോഴത്തേന് ബാക്കി കുറെ ആൾക്കാരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു റൂമിൽ ഇരുത്തുക, ഒരു വീഡിയോ എടുക്കുക, വീഡിയോ തന്നെ വാടകയ്ക്ക് കിട്ടും, TV വാടകയ്ക്ക് കിട്ടും, ഈ സാധനം എല്ലാം കൂടെ കൊണ്ടുവെക്കുക. അല്ല, ഇത് എവിടെ വെച്ച് കാണണം, അതിനൊരു ചർച്ചയുണ്ട്. ഇത് ആരുടെ സ്ഥലത്ത് വെച്ചാൽ ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അതിനാണ് ഈ ടീം ആവുന്നത് തന്നെ, അല്ലേ? എളുപ്പമായിരുന്നു ഇന്നത്തെ പോലെ ഒരു ഫോണിലെടുത്ത് ക്ലിക്ക് ചെയ്താൽ കാണാമായിരുന്നെങ്കിൽ നമുക്ക് സുഖമായി എവിടെയെങ്കിലും ഒരിടത്ത് മാറി നിന്നാൽ മതി എന്നറിയാം. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ ഓരോ ഓപ്ഷൻസിനും ഓരോ ആൾക്കാർ വേണം സപ്പോർട്ട് ചെയ്യാൻ. അതായിരിക്കാം ഈ പറഞ്ഞ പോലെ ഒരു ടീം വർക്കിന്റെ ഒരു സംഭവം. പക്ഷേ ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. 100%. കാരണം ഇന്നിപ്പം നമ്മളുടെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഒത്തിരി, പണ്ട് നമുക്കൊന്നും അറിവുകൾ വളരെ കുറവായിരുന്നു. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഇഷ്ടംപോലെ അറിവുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോണോഗ്രാഫി വാച്ച് ചെയ്യുന്ന ആൾക്കാരിൽ വരുന്ന ഒരു പ്രത്യേകത, ഒറിജിനൽ ആയിട്ട് സെക്സ് ചെയ്യുമ്പോൾ അവർക്ക് ആ എറൗസൽ, ആ വികാരം അല്ലെങ്കിൽ ആ പറയുന്ന ഇതൊന്നും വരില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ഒരാൾ വാച്ച് ചെയ്യുന്ന കണ്ട് അതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവും. ഇപ്പൊ ഈ നോർമലായിട്ട് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അത് കൊണ്ട് നമുക്ക് മനസ്സിന് ഉത്തേജനം കിട്ടില്ല, അതായത് നമ്മുടെ ഫാന്റസിയായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. ഇത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവള, ആ പൊട്ടക്കുളത്തിൽ കിടക്കുമ്പോൾ സ്വർഗ്ഗമാണ്. പക്ഷെ ആ പൊട്ടക്കുളത്തിന് വെളിയിൽ വരുമ്പോൾ ഈ തവള കാണുന്ന ലോകം വളരെ വിശാലമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിന് കമ്പയർ ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷേ പൊട്ടക്കുളത്തിൽ കിടക്കുമ്പോൾ ആ പൊട്ടക്കുളം മാത്രമേ കമ്പയർ ചെയ്യാറുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഈ പോണോഗ്രാഫി കാണുമ്പോൾ, വിഷ്വൽ പോണോഗ്രാഫി കാണുമ്പോൾ ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ആണുങ്ങൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷ്വൽ പോണോഗ്രാഫി കണ്ടിട്ട് അവരുടെ റിയൽ ലൈഫുമായിട്ട് വരുമ്പോൾ ദേ ഡോണ്ട് ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനമായിട്ട് ഒരു പ്രശ്നം വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ബ്രോ, ഇതിന് പോണിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ മാസ്റ്റുർബേഷൻ അല്ലെങ്കിൽ സെക്സ് എന്നുള്ളൊരു സംഭവം. അപ്പം മാസ്റ്റുർബേഷൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ഏതൊരു മനുഷ്യനും മാസ്റ്റുർബേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചെയ്യുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും റെഗുലർലി. ആണുങ്ങൾ ആദ്യം, നമ്മുടെ കാലഘട്ടത്തിൽ ആണുങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുന്നത് നീ എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയെന്നാണ്. അതെ, അങ്ങനെയുള്ള ചർച്ചകളാണ് നമ്മൾ പൊതുവേ
തീർച്ചയായും ചെയ്യുന്നത്. പയ്യന്മാരുടെ ഇടയിലുള്ള പ്രൈവറ്റ് കോൺവെർസേഷൻസിൽ വരുന്നൊരു സാധനം അല്ല. ഞാൻ പറയാൻ കാരണം, അപ്പോൾ ഈ മാസ്റ്റുർബേഷനിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഫോണിനെ കുറിച്ച് പറയുമ്പോഴും അതേസമയം ഈ ഒരു അതിൻ്റെ ഭാഗമായി വരുന്ന മാസ്റ്റുർബേഷൻ ആയിക്കോട്ടെ, സെക്സ് ആയിക്കോട്ടെ, നമ്മുടെ സ്ട്രെസ് റിലീഫ് ആയിക്കോട്ടെ, പല കാര്യങ്ങളിലും നമുക്ക് പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്. അപ്പം നമ്മൾ അതിനെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ബ്രോയുടെ കാര്യം. അഭിപ്രായത്തിൽ മാസ്റ്റർബേഷൻ കൊണ്ടുള്ള പോസിറ്റീവ് എഫക്റ്റുകൾ എന്താണ്? എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രോ, ഒരു ഇൻസ്റ്റന്റ് ഒരു ഡോപ്പമിൻ ഹിറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രെസ് റിലീഫ് വളരെ ഒരു നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ബോഡി അല്പം കൂടെ റിലാക്സ് ആവാറുണ്ട് എന്നാണ് ഞാൻ സയന്റിഫിക്കലി ഉറക്കം നമുക്ക് അല്പം കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം ഇത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ടല്ലോ ഇതിൽ. ഇത് എന്തുകൊണ്ടാണ് ബ്രോ ഒരു നെഗറ്റീവ് സൈഡ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ പോസിറ്റീവ് സൈഡായിട്ട് പറയുമ്പോഴും ഫോണിന്റെ ഏറ്റവും ഞാൻ പറയുന്നത്, ഞാൻ കുറെ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും വാച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായും ഫോണിന്റെ ഒരു പ്രധാന പ്രശ്നം ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ്, നമ്മളിത് വാച്ച് ചെയ്തിട്ട് മറ്റുള്ള ഒരാൾ സെക്സ് ചെയ്ത് നമ്മളിത് വാച്ച് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സെക്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ ആവുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. അതിനകത്ത് ചിലപ്പോൾ ഉത്തേജനം പോലും ആണുങ്ങൾക്ക് ചിലപ്പം ഇറക്ഷൻ പോലും വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും, പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ അടുത്തൊരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ ഇപ്പം ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഇത് തരുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തുകൊണ്ടാണ് ഫോൺ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുക, അല്ലെ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഫോൺ വാച്ച് ചെയ്ത് മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സന്തോഷം കിട്ടുക? ബിക്കോസ് നമ്മളുടെ ഒരു ഡോപ്പമീൻ ലെവൽ, നമ്മൾ സാധാരണഗതിയിൽ ഡോപ്പമീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമുക്ക് മോട്ടിവേഷൻ, അതായത് നമുക്കൊരു കാര്യങ്ങളിലേക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നതിനുള്ള ഒരു ഹോർമോണാണ് ഡോപ്പമീൻ. ആ മോട്ടിവേഷൻ തരികയും ആ മോട്ടിവേഷൻ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരു സന്തോഷം, അതാണ് ഈ ഡോപ്പമീൻ ഹോർമോൺ പൊതുവെ തരുന്നത്. അപ്പം പലപ്പോഴും നമുക്ക് ഈ പർസ്യൂട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ആ മോട്ടിവേഷൻ, ഇപ്പോൾ ഡോപ്പമീൻ നമുക്ക് കിട്ടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമുക്കൊരു സാധനം വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ടൈപ്പ് എന്ന് പറയുന്ന ചാനൽ, നമ്മളുടെ പർസ്യൂട്ട് എന്താണ്? ഈ ടൈപ്പ് ചാനലിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക, അവസാനം ഒരു എൻഡിൽ നമുക്കൊരു സന്തോഷം കിട്ടും. ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ അതിനൊരു ഡോപ്പമീൻ ഹിറ്റ് കിട്ടും. തീർച്ചയായും അത് നമ്മൾ പർസ്യൂട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് മോട്ടിവേഷൻ കിട്ടി, ഡോപ്പമീൻ കിട്ടി, സന്തോഷം അടയുന്നതാണ്. അത് നാച്ചുറലാണ്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോണൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോൺ വാച്ച് ചെയ്യുന്നു, അത് പെട്ടെന്ന് നമുക്ക് ഒരു പർസ്യൂട്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഫോൺ വാച്ച് ചെയ്യുന്നു, മാസ്റ്റർബേറ്റ് ചെയ്യുന്നു, ഒരു പർസ്യൂട്ടും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം. എഫേർട്ട്ലെസ് ആയിട്ട് കിട്ടുന്ന ഏത് മോട്ടിവേഷനും നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഇറ്റ്സ് ഓൾ ഡേഞ്ചറസ്. പലപ്പോഴും അത് നമ്മളുടെ ലൈഫിൽ ഭാവിയിൽ വരുമ്പോൾ ഈ ഹിറ്റ് താഴേക്ക് വരിക. നമ്മുടെ ഇപ്പോൾ നമുക്ക് ഇതാണ് ബേസ് ലൈൻ എന്ന് വെച്ചോ. ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഡോപ്പമീൻ ലെവല്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഹൈ ലെവലിലുള്ള ഡോപ്പമീൻ ഇതാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യുന്ന പോലുള്ള ഡോപ്പമീൻ ഹിറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ലെവല് സത്യം പറഞ്ഞാൽ ഇത്രയും ലെവലിലെത്തും. അപ്പോൾ അവിടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? ഓക്കെയാണ്, സെറ്റായി. പിന്നെ ഇങ്ങ് താഴെ ഇവിടെ വരുന്നതിനേക്കാൾ ഇതിന്റെ താഴെ ആയിരിക്കും വന്ന് നിൽക്കുക. അപ്പോൾ എക്സാക്ട്ലി. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ലെവലിൽ എത്താൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടണം. മാത്രമല്ല നമ്മൾ അൺഹാപ്പി ആയി മാറുകയാണ്. ഇത് മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബോഡി സെൻസിറ്റീവ് ആണ്. നമ്മളിലേക്ക് തന്നെ പ്രേമം വരുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മറ്റുള്ളവർ, ഇപ്പോൾ സ്ത്രീകൾ, നമുക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ഒരു വികാരം തോന്നാൻ സാധ്യത? നിങ്ങൾ സ്ഥിരമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന, ഫോൺ കണ്ടുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ത്രീകളോട് ഉള്ള ഒരു അറ്റംപ്റ്റ് കുറവായിരിക്കും. കാരണം എന്താണ്? അട്രാക്ഷൻ കുറവായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെർസ്യൂട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് ചെയ്യാതെ കഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഡോപ്പമീൻ കിട്ടും ഇവിടെ. ഇപ്പൊ ഏത് കാര്യം ആലോചിച്ച് നോക്കും ബ്രോ. ഇപ്പൊ നമുക്കൊരു ചിലർ പറയാറുണ്ട്, നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പണക്കാരനാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണക്കാരനാവാം. അത് പെർസ്യൂട്ടാണ്, പതുക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് കിട്ടുന്ന, ഈസി ആയിട്ട് കിട്ടുന്ന നമ്മൾ ഫുഡ് നല്ലപോലെ കൺസ്യൂം ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഡോപ്പമീൻ കിട്ടുന്നു, അത് പെട്ടെന്ന് താഴുന്നു എന്ന് പറയുന്ന അതേ ഇഫക്റ്റ് ആണ് ഈ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഫോൺ കണ്ടുകൊണ്ട് കിട്ടുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ ബ്രോ, ഇതെല്ലാം പറയുമ്പോഴും ഫോൺ വാച്ച് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോൺ വാച്ച് ചെയ്യുന്നതല്ല പ്രശ്നം, ഫോൺ അഡിക്ഷനിലാണ് പ്രശ്നം. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ പ്രധാനം. കാരണം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ബാൻഡാണ് അല്ലേ, ഫോൺ വെബ്സൈറ്റ്സ് എല്ലാം ബാൻഡാണ് എന്ന് പറഞ്ഞാൽ ആരും കാണുന്നില്ലേ? എല്ലാവരും വാട്സപ്പിലും മറ്റുള്ള ഗ്രൂപ്പുകളിലൂടെയും എല്ലാം സംഭവം കൺസ്യൂം ചെയ്യും, ടെലിഗ്രാം എല്ലാം ഓപ്ഷനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ, മീൻസ് കണ്ടന്റ് വാച്ച് ചെയ്യാനും ഉള്ള റൈറ്റ്സ് കൊടുക്കുമ്പോൾ
അവരൊരു മാസ്റ്റുർബേഷൻ ചെയ്ത് അവിടെ അങ്ങ് ഒതുങ്ങുന്നില്ലേ? അല്ല, ഇവര് അവിടെയാണ് അടുത്തൊരു ബ്രോ സ്റ്റേജിലേക്ക് പ്രശ്നം. പോകുന്നില്ല. അവിടെയാണ് പ്രശ്നം. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നം വരുന്ന ഇൻഡിവിജ്വൽ ആണ്. ഇപ്പൊ നിങ്ങൾ പോൺ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള സെക്സ് ലൈഫിലേക്കുള്ള ഇൻട്രസ്റ്റ് കുറയുകയാണ്. തീർച്ചയായിട്ടും. അല്ല, ആ ആസ്പെക്ട് എനിക്ക് മനസ്സിലായി. രണ്ട്, നിങ്ങൾക്ക് ഒരു ഹൈ ഡോപ്പമീൻ ലെവലിൽ വരികയാണ്. ഈ ഡോപ്പമീൻ പിന്നെ ബേസ് ലൈനിൽ താഴെ വരുമ്പോൾ പിന്നെ ഇവിടെ മുകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നോർമലായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോൺ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡോപ്പമീൻ ലെവൽ താഴെയായിരിക്കും. ഈ താഴെ ഡോപ്പമീൻ ലെവൽ, ബേസ് ലൈനിൽ താഴെ ഡോപ്പമീൻ ലെവൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു അൺഹാപ്പി സിറ്റുവേഷനിലായിരിക്കും. ഒരു നോർമൽ ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു ലൈഫായിരിക്കും. ഇപ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട്, ചില ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്നു, വരുന്നു, വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങുന്നു, അവർക്ക് വേറെ ഒന്നും ചെയ്യില്ല. ഇവരൊക്കെ ഹാപ്പിയാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അവർ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ബേസ് ലൈൻ ഇതാണ്. അവർ കൂട്ടുന്നുമില്ല, പൊങ്ങുന്നുമില്ല, താഴേക്ക് വരുന്ന കഷ്ടപ്പെട്ട് പിന്നെയും മുകളിലോട്ട് കയറ്റാൻ നോക്കുന്നില്ല. ഇപ്പോൾ കള്ളു കുടിക്കുമ്പോഴായാലും ഡ്രഗ് അടിക്കുമ്പോഴായാലും പിന്നെ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴായാലും ഇത് ചെയ്യുമ്പോഴായാലും എല്ലാം പ്രശ്നം മുകളിലേക്ക്, ഈ ബേസ് ലൈൻ മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വരികയാണ്. തീർച്ചയായിട്ടും. അപ്പം അവിടെയാണ് ഒരു പോണോഗ്രാഫി കാണുമ്പോൾ ഒന്ന് നമ്മൾ ഡീസെൻസിറ്റൈസേഷൻ ചെയ്യാണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇത് കണ്ട് വരുമ്പോഴത്തേന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു പുതുതായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ സ്ഥിരമായിട്ട് ചോറ് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആ സാധനത്തിനോട് വിരക്തി തോന്നും എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം സ്ഥിരമായിട്ട് പല പോണുകളിലും പല കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്നതെല്ലാം റിയൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഫാന്റസി. ആ ഫാന്റസി അല്ല നമുക്ക് റിയൽ ആയിട്ട് കിട്ടുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അല്ലല്ല ബ്രോ, ഇൻഡിവിജ്വൽ ലെവലിൽ ബ്രോ പറയുന്നത് വളരെ അഗ്രീഡ് ആണ്. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഓഫ് വ്യൂ ബ്രോ മനസ്സിലായോ? ഇത് ലീഗലാക്കി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾക്ക് ആക്സസബിൾ ആണെങ്കിൽ അവർ കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് ഡൗൺ ആവണമെങ്കിൽ ഡൗൺ ആയി ഇരുന്നോട്ടെ. അറ്റ്ലീസ്റ്റ് മറ്റുള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല ആളുകളും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രായം കുറഞ്ഞ കുട്ടികളോട് പോയുള്ള ഈ പറയുന്ന കൊഞ്ചലും കുഴയലും അല്ലെങ്കിൽ ഒരു ബാഡ് ഇൻറ്റൻഷനോടെ പോകുന്നത്, അറ്റ്ലീസ്റ്റ് ലെറ്റ് ഹിം സ്റ്റേ നെഗറ്റീവ് ഓർ ഡീമോട്ടിവേറ്റഡ്. അറ്റ്ലീസ്റ്റ് അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതാവുന്നില്ലേ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പം നമ്മൾക്ക് തന്നെ നമ്മുടെ കുഞ്ഞു പ്രായങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബുക്കുകൾ വായിക്കുകയും റെസ്ട്രിക്റ്റഡ് ആണ് അല്ലേ, അന്ന് തൊട്ടേ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ പോണോഗ്രാഫിയിൽ ഒരു എക്സ്പോഷർ ഉള്ളതുകൊണ്ടാവാം ഈ പറഞ്ഞ പോലെ മറ്റുള്ള നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. അതല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൊണ്ട് വല്ലവരും നെഞ്ചത്തോട്ടല്ലേ പോവുള്ളൂ. അത് തെറ്റാണ്. എനിക്ക് തോന്നുന്നില്ല ബ്രോ അത് ശരിയാണ്. കാരണം ഇപ്പം വികാരങ്ങൾ മറ്റുള്ളവരെ ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്തില്ല, ഞാൻ പോൺ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ വികാരങ്ങൾ വേറൊരാളിനെ കൊണ്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് മൈ മോറൽ പ്രിൻസിപ്പിൾ. അത് നമ്മുടെ മൊറാലിറ്റിയാണ്. മൊറാലിറ്റി പലപ്പോഴും ഇതാവാറില്ലേ? ശരിയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിൽ വേറൊരു ചിലപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരാളിനെ ഒരു നോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തോ അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ സൈക്കോപാത്തിക് മെൻ്റലി അൺവെൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പം നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അർജ് ഇതുവഴി കുറയുമായിരിക്കും, അവർ അതുകൊണ്ട് ഒതുങ്ങിയിരിക്കുമായിരിക്കും. അതൊരു സൈഡ് ശരിയാവുമ്പോൾ തന്നെ നമ്മൾ അവരെ കുറിച്ചല്ല ഇപ്പം സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പുതിയ തലമുറയെക്കുറിച്ചാണ്. വളർന്നു വരുന്ന നോർമൽ ആയിട്ടുള്ള ഒരു പുതിയ തലമുറയെ പോൺ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവർക്ക് സ്ത്രീകളോടുള്ള ഇൻട്രസ്റ്റ് കുറയും, പിന്നെ സാധാരണ സെക്സിനോടുള്ള ഫാന്റസി കൂടും. തീർച്ചയായിട്ടും വളരെ യോജിക്കാം. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഒന്നിനും താല്പര്യമില്ലാത്തവരായി മാറും. അല്ല, ഈ ഇടയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ 2 ദിവസം മുമ്പത്തെ ഇൻസിഡന്റിലും ഞാൻ വായിച്ചത് ഒന്നിൽ പരം കൂടുതൽ, അതായത് ത്രീസം പോലുള്ള പല ആക്ടിവിറ്റീസിലും ഏർപ്പെട്ട വീഡിയോകൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് ആ വാർത്തയിൽ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോണിൽ നിന്ന് കിട്ടുന്ന ഒരു ഫാന്റസി എലമെന്റ്സ് ആണ് അല്ലേ. ഇപ്പോൾ പോൺ അഡിക്ഷന്റെ ഭാഗമായി നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ അതിൽ സ്റ്റക്കാണ്. ഉദാഹരണത്തിന് ഈ കാല് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഫാന്റസി ഉണ്ടാകുന്ന ആൾക്കാർ അതിനുവേണ്ടി പ്രൊജക്ട്സ് ആയിട്ട് ചെയ്യാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊജക്റ്റായിട്ട് ചെയ്ത് നമ്മളുടെ ഫാന്റസി മീറ്റ് ചെയ്യാനുള്ള വരെ ലെവലിലുള്ള ഇംഗ്ലീഷുകാരുടെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ അത് അഡിക്ഷൻ ലെവലിലേക്ക് പോകുമ്പോൾ എക്സ്ട്രീമായി പോകുന്നുണ്ട്. പക്ഷേ ആസ് ഒരു ബേസിക് മാൻ അതൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമല്ലേ എന്നുള്ളൊരു ചോദ്യം. നമ്മളിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഷക്കീല മൂവി കണ്ട് വളർന്നവരാണ്. അതെ. നമുക്കൊന്നും അന്ന് ഈ കാലഘട്ടത്തിൽ ഇത് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ അറിയില്ല. ഉറപ്പായിട്ടും എന്താണെന്ന് നമുക്കറിയില്ല. ഇതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് അതിന്റെ നമുക്കൊന്നിലും എവിഡൻസ് ഇല്ല. തിയേറ്ററുകൾ നശിച്ചു പോയിട്ടുണ്ട്. എക്സാക്ട്ലി. മാത്രമല്ല നമുക്കൊന്നിലും എവിഡൻസ് ഇല്ല, ഒന്നിലും ഇതില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ വളർന്ന ഇന്ന് നമ്മളിപ്പോൾ ഒരു സയൻസിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. സയൻസ് ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മളിലേക്ക് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിലേക്ക്, അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം കൂടുതൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. മാസ്റ്റുർബേഷൻ ചെയ്താൽ സെൽഫ് ലവ് അപ്പൊ നല്ലതല്ലേ? അവിടെ കുഴപ്പം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫാമിലി ആഗ്രഹിക്കുന്ന, ഒരു പെണ്ണിനെ പെർസ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറ്റ്സ് ഗോയിങ് ടു അഫക്ട് യുവർ എബിലിറ്റി ടു ഗോ ആഫ്റ്റർ എ ഗേൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, ഒരു പെൺകുട്ടിയെ നിങ്ങൾ പിന്നെ സെക്ഷൽ പാർട്ട്ണർ ആക്കി കൊണ്ടുവരണമെങ്കിൽ യു ഹാവ് ടു ഡു സോ മെനി തിങ്സ്. ഒരു വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എത്ര സൗന്ദര്യമുള്ളവനാണെന്ന് പറഞ്ഞാലും എത്ര കഴിവുള്ളവനാണെന്ന് പറഞ്ഞാലും ഒരാളും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. തീർച്ചയായിട്ടും. സോ ഇറ്റ്സ് സോ മച്ച് എഫർട്ട്. ഹണ്ടിങ് ആണ് ഒരു പരിധി വരെ. എക്സാക്ട്ലി, പെർസ്യൂട്ട് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു പെർസ്യൂട്ട് ആണ്. അപ്പം നമുക്ക് ഈ പെർസ്യൂട്ട് ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ. കാരണം ഞാൻ എന്തിനൊരു പെണ്ണിന്റെ പുറകെ പോകണം, ഇവിടെ എനിക്ക് ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ അവിടെ വരുമ്പോൾ ബ്രെയിൻ ഡീസെൻസിറ്റൈസ് ചെയ്യാണ്. നമ്മളുടെ എക്സാക്ട്ലി നമ്മുടെ ആ എക്സൈറ്റ്മെന്റ് കുറയാണ് സെക്സിലേക്കുള്ള. ഇപ്പൊ രണ്ട് സെക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എൻ എക്സൈറ്റ്മെന്റ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽ. ആ എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ കാര്യമില്ല, അല്ലെ? സെക്സിന് ആ പൂർണ്ണത കിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പോണിന്റെയും മാസ്റ്റർബേഷന്റെയും പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ പുതിയ തലമുറ പോൺ കണ്ട് മാസ്റ്റർബേഷനിലൂടെ ഹാപ്പി ആകുമ്പോൾ, ഒരു വോയറിസം പോലെ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട് സന്തോഷപ്പെടുമ്പോൾ അവിടെയുള്ള കുഴപ്പം, ദേ ഡോണ്ട് വാണ്ട് ടു പെർസ്യൂട്ട്, ദേ ആർ ഹാപ്പി വിത്ത് ദിസ് സൈഡ്. മാത്രമല്ല ഒരു വിവാഹ ബന്ധത്തിലേക്ക് അവർ പോകുമ്പോൾ അവർക്ക് ആ വിവാഹ ബന്ധത്തിലെ സെക്സിലേക്കാളും ഇൻട്രസ്റ്റ് ഈ പോൺ, ഈ സ്വന്തമായിട്ട് സെക്സ് ചെയ്യുന്നതായിരിക്കും. അവിടെയാണ് പറഞ്ഞ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുമെന്ന്. ലോണർ ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. എക്സാക്ട്ലി. കാരണം ഞാൻ എന്തിനൊരു പെണ്ണിന്റെ പെർസ്യൂട്ട് ചെയ്യണം? കാരണം എനിക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് ഞാൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഐ ആം ഓക്കേ വിത്ത് ഇറ്റ്. അതെ, അല്ല തീർച്ചയായിട്ടും. ഇതെല്ലാം പറയുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം തിരിച്ചതാണ്. അതായത് ഇത് ശരിയാണ്, ഇപ്പോൾ പറയണ എല്ലാം സയന്റിഫിക്കലി ശരിയാണ്. പക്ഷേ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ കല്യാണം കഴിച്ച ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും, നമുക്കറിയാവുന്നവരും നമ്മളെ കാണുന്നവരും ഉണ്ടാവും. ഇവരെല്ലാവരും ഫോൺ കാണില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്, കാണുന്നില്ല. മാരീഡ് ആയിരിക്കാം, കുട്ടികളുണ്ട്, അവരുടെ സെക്ഷൽ ലൈഫും ഒക്കെ അറിയാം. കാണുന്നതിൽ തെറ്റില്ല എന്നുള്ളതല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാണുന്നതിൽ തെറ്റുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു കപ്പിളാണ്, ഇപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സെക്ഷൽ ലൈഫൊക്കെ ബോറിംഗ് ആയിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. അല്ലെ, നിങ്ങൾ ബോത്ത് ആൾക്കാർ രണ്ടുപേരും ഒരു സെക്ഷൽ ഫാന്റസി കണ്ട് അതിലൂടെ സെക്സ് ചെയ്ത് താല്പര്യം, അതിലൂടെ സെക്ഷൽ ഇത് ലൈഫ് റിവൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അത് കാണുന്നു, അത് എൻജോയ് ചെയ്യുന്നു, ബട്ട് അത് അൾട്ടിമേറ്റ്ലി നിങ്ങൾ രണ്ടുപേരും സെക്സ് ചെയ്യുന്നത് ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതിലൊന്നും ഐ ഡോണ്ട് തിങ്ക് അതിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഈ പറയുന്ന നമ്മൾ കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടിട്ട് അതിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഇന്നത്തെ സയൻസ്, ഇപ്പൊ നിൽക്കുന്ന സയൻസ് പറയുന്ന അനുസരിച്ച് അത് തെറ്റായിട്ട് വരുന്നത്. തെറ്റെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് യു ആർ ഗോയിങ് ഓൺ ദ റോങ് ലൈൻ. ഇത് നമുക്ക് അറിവില്ലായിരുന്നു, പണ്ടത്തെ കാലത്ത് നമുക്ക് അറിവില്ലായിരുന്നു. വളരെ ശരിയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ പെർസ്യൂട്ട് എല്ലാം നിങ്ങൾക്കിപ്പോൾ ഒരു പെൺകുട്ടിയെ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അവസ്ഥയിൽ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർസ്യൂട്ട് അവിടെ ലോസ്റ്റ് ആവുകയാണ്. തീർച്ചയായിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഒരു സമൂഹം വരാൻ. അല്ല, 100%. കാരണം എനിക്ക് തോന്നുന്നത് ബ്രോ പറഞ്ഞതിൽ പോയിന്റ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻഡ് ഓഫ് ദ ഡേ മാരീഡ് ആയിട്ടുള്ള ഒരാളായാൽ പോലും അവരൊന്ന് അനലൈസ് ചെയ്താൽ ചിലപ്പോൾ അവർ ഫോൺ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ കാണുന്ന കണ്ടന്റ് ഈ പറഞ്ഞ ഒരു ഫാന്റസി എലമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവരെ എഫക്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതിന് ഒരു സംശയമില്ല, ചെറിയ ലെവലിലായാലും. എക്സാക്ട്ലി ബ്രോ, ഇത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽ പേഴ്സൺ. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോ ലൈഫ്, അതായത് ഒരു സാധാരണ ലൈഫിലൂടെ വളരെ ഈസി ആയിട്ട് പോകുന്ന ഒരാൾക്ക് ചെറിയ കാര്യങ്ങൾ വളരെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അതേസമയം വലിയ എക്സൈറ്റ്മെന്റുകൾ പരീക്ഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് അതിലും വലിയ എക്സൈറ്റ്മെന്റ് വേണ്ടി വരും. തീർച്ചയായിട്ടും അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ്, കാലൊടിഞ്ഞ് ഞാൻ ഈ വീട്ടിനകത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇതെൻ്റെ നോർമാലിറ്റി ആവും. അവിടെ ഞാൻ ഡോപ്പമീൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് വെച്ചോളൂ. മറ്റുള്ളവരെ കണ്ട് ഞാൻ മറ്റുള്ള വീഡിയോ കണ്ടിരുന്ന് വിഷമിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ അസൂയപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാനിവിടെ ഓക്കെയാണ്. കാരണം എൻ്റെ ചെറിയ ലൈഫിനുള്ളിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വലിയ ഹിറ്റുകൾ വരുന്നില്ല. ഈ ഹിറ്റുകൾ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ നോർമലായിട്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ ഫോണിന്റെ അവസ്ഥയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അറിവുകളാണ്, നമ്മുടെ എക്സ്പീരിയൻസുകളാണ് നമ്മൾ പറയുന്നത്. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത് അതെല്ലാം പറയുമ്പോഴൊരു ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ, ബ്രോ എപ്പോഴാണ് ആദ്യമായി ഫോൺ കണ്ടത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? എപ്പോഴായിരുന്നു, ഏതൊരു പ്രായഘട്ടം? ഞാൻ ഫോൺ കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ബ്രോ. എനിക്ക് തോന്നുന്നത് ഒരു 10ാം ക്ലാസ് സമയത്തൊക്കെ ആയിരിക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ കൂട്ടുകാരൻ്റെ ഒക്കെ വീട്ടിൽ പോവുക, TV വീഡിയോ വെക്കുക, കാണുക, ആ ഒരു സമ്പ്രദായം കുറേ വർഷം അത് തുടർന്നിട്ടുണ്ട്. ഞാനും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് മലയാളികൾ സെക്ഷലി ഡിപ്രൈവ് ആണെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. കാരണം റിയൽ സെക്സ് നമുക്ക് കിട്ടാനന്ന് പാടായിരുന്നു. അല്ല, പ്രീ ജാക്കുലേഷൻ വളരെ നമ്മളെ സൊസൈറ്റി ഇങ്ങനെ പിടിച്ച് എത്ര ഒരു പെണ്ണിന് ആണിനോട് താല്പര്യം ഉണ്ടെങ്കിലും ഒരു ആണിന് പെണ്ണിനോട് താല്പര്യം ഉണ്ടെങ്കിലും
പലപ്പോഴും നമുക്ക് അവരുടെ ക്ലോസ്നെസ് ആവാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും. കാരണം കാരണം എന്ന് വെച്ചാൽ ദൈവിക അവർക്ക് വേണ്ടി പ്രണയവും ഇവർക്ക് വേണ്ടി പാടില്ല ദൈവിക ഭയം, വീട്ടുകാർ ഭയം, നാട്ടുകാർ ഭയം, അതെ. എല്ലാരും ഭയം, ചുറ്റിനുള്ള മറ്റൊരു കാണൂ എന്നുള്ള ഭയം, ഇതൊക്കെ കൊണ്ട് തന്നെ ഒന്നും നടക്കത്തില്ല. അല്ല, ഇങ്ങനെ ഉള്ള ഒരു സമൂഹം ആയതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചൊരു സ്റ്റഡിയിൽ എവിടെയോ കണ്ടതാണ്, ഈ പ്രീ ജാക്കുലേഷൻ നമ്മൾ നടത്തിയതിന് മുമ്പേ പണ്ടെപ്പോഴും സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സൊസൈറ്റികളിലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന്റെ കാരണം അവർ ഈ പറഞ്ഞ പോലെ ഈ ഭയം എന്നുള്ളത് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഇവിടുത്തെ ഒരു വെസ്റ്റേൺ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു 10 വയസ്സോ 13 വയസ്സോ ആയ കുട്ടികൾ, അവർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും അറിയില്ല, സ്കൂളുകളിലായാലും. അത് മാത്രമല്ല ഇവിടെ ആരും തടുക്കുന്നില്ല ഒന്നിനെയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഡിഫറൻസ് ഇവിടെ അല്ല, ഉള്ളവർക്കുണ്ട് അത് എന്ന് ഞാൻ സത്യം കേട്ടിട്ടുണ്ട്. പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ സംസാരിച്ച ഒരു പെൺകുട്ടി 13 വയസ്സ് ആയിട്ടുള്ളൂ, അത് പ്രഗ്നന്റ് ആണ്. ഞാൻ തന്നെ നമ്മളുടെ മകന്റെ പ്രായം പോലും ആവാത്തൊരു പെൺകുട്ടിയാണ്. ഇഷ്ടംപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട് അല്ലേ? അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ഗോയിങ് ടു ലൈക്ക് അനിമൽ നേച്ചർ. ഒന്നും അറിയാത്ത കാലഘട്ടത്തിൽ നിങ്ങൾ പ്രഗ്നന്റ് ആവുകയും നിങ്ങൾ ആ കുട്ടീനെ വളർത്താനും പോവാണ്. വളരെ ശരിയായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ആൻ അനിമൽ നേച്ചർ. അൺലെസ് ഇഫ് യു ഡോണ്ട് ഹാവ് ഇനഫ് സപ്പോർട്ട്, യു ആർ ഗോയിങ് ടു ബി ഇൻ എ ഗ്രേറ്റ് മെസ്. യുവർ ഗ്രേറ്റ് ലൈഫ് ആണ്, കുട്ടിക്കാലമാണത് എന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇന്നസെൻസ് ഉള്ള പ്രായം നശിപ്പിക്കുകയാണ്. ഇതിനകത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കും ഇപ്പൊ ഇവിടെ വെസ്റ്റേൺ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കും. അതെ, ഒരിക്കലുമല്ല. നമുക്ക് നമ്മളുടെ കൾച്ചറിൽ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട്, 100%. അതോടൊപ്പം ചീത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ വെസ്റ്റേൺ സൊസൈറ്റിനെ അനുകരിക്കാതെ, ഇപ്പോഴത്തെ ഒരു പ്രശ്നം അവിടെയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എവിടെ വെച്ചാൽ നമ്മുടെ സമൂഹം ഒരു വെസ്റ്റേൺ സൊസൈറ്റിയിലേക്ക് പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശരിയാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ സൊസൈറ്റിയിലേക്ക് പോകുമ്പം ഈ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് പോലുള്ള പല പ്രോബ്ലംസും ഇപ്പം ഇത് തന്നെ പോണോഗ്രാഫി പോലുള്ള പല പ്രശ്നങ്ങളും ഇനി വരാനുള്ള ഒരു സമൂഹമുണ്ട്, പ്രശ്നമുണ്ട്. ഹൈലി ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പം ഇതിന്റെ പിന്നിൽ ഒത്തിരി പ്രോബ്ലംസും ഉണ്ട്. ഇത് ചെയ്യാതെ നമ്മളുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്താണ് തെറ്റായിട്ട് ചെയ്യുന്നത്, അതിനെ സത്യം പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, മാറ്റുക എന്നുള്ളത് ആലോചിക്കുക. അല്ലാതെ നമ്മുടെ സമൂഹമേയും മാറ്റി ഫുള്ള് വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഏറ്റവും വലിയൊരു തെറ്റാണ്. അല്ല, നമ്മൾ എനിക്ക് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, ഡോപ്പമിൻ ഹിറ്റ് നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു സംഭവമാണ് ബെസ്റ്റ് പരിപാടി, ആകപ്പാടുള്ള ഒരു ഓപ്ഷൻ അല്ലേ? ഞാൻ പഠിച്ചൊരു കാര്യം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച ആളാണ്. ഒരു വ്യക്തി പറഞ്ഞൊരു വലിയൊരു സംഭവമുണ്ട്. ഏതൊരു മനുഷ്യനും കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഇറ്റ്സ് വെരി റെലവൻറ്റ് ഫോർ മീ, ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഏതൊരു വ്യക്തിയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഒന്ന് താമസിക്കുക, ഒറ്റയ്ക്ക് ഒരു 2-3 മാസം താമസിച്ച് അവൻ കേപ്പബിൾ ആണോ എന്നുള്ളൊരു സംഭവം നോക്കുക. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിലേക്ക് പ്രവേശിച്ചാൽ യു ബിക്കം ആൻ ഇൻഡിവിജ്വൽ, ദി അതർ പേഴ്സൺ ബിക്കം ആൻ ഇൻഡിവിജ്വൽ. അത് പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത് ബ്രോ, എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. കാരണം അത് ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? അപ്പോൾ അത് നമ്മൾ അവരെ തന്നെ മെന്റലി ഡൗൺ ആക്കുന്ന ഒരു പ്രോസസ് ഇല്ല, ഒരിക്കലും ഇല്ല. ആരും ഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കാൻ പാടില്ല. അത് നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷെ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ പലർക്കും. ഇല്ല, അങ്ങനെ ആവാൻ പറ്റില്ലെന്നല്ല, അങ്ങനെ ആവാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതും ശരിയാണ്. ഇപ്പം സ്വന്തമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പം എന്താണ് ബ്രോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സ്കൂളിൽ നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പഠനം വേണ്ടത് എന്തിനാണ്? ഐ സ്ട്രോങ്ലി ബിലീവ് സെൽഫ് ലവ്, അല്ലെ സെൽഫ് അവയർനെസ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് പഠനം വേണ്ടത്. 100%. ഇപ്പൊ പലപ്പോഴും നമ്മൾ വരുന്ന എന്താണ്, സമൂഹത്തിലേക്കാണ്, നമ്മൾ എക്സ്റ്റേണൽ ഇതിലേക്കാണ് പോകുന്നത്. അല്ലേ? മറ്റുള്ളവർ എന്തിനേറെ ഉള്ളിൽ തന്നെ കോമ്പറ്റീഷൻ ആണല്ലോ. നീ അവനെ പോലെ ആയില്ല, അല്ലെങ്കിൽ അവനെ പോലെ ആകാൻ കഴിയുന്നില്ല എന്നുള്ള കോമ്പറ്റീഷൻ തന്നെ വളരുന്നത്. എക്സാക്ട്ലി. അപ്പം ഈ ഒരു ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു കുഴപ്പം, നമ്മളുടെ വീക്ക്നെസ്സോ നമ്മളെ സ്ട്രെങ്ത്തുകളോ അറിയാതെയാണ് നമ്മൾ വളരുന്നത്. തീർച്ചയായിട്ടും. ഈ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരാളിനെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിലേക്ക് നമ്മൾ ചാരുകയും, നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിലേക്ക് ചാരി, ഇവളാണ് എൻ്റെ പ്രശ്നക്കാരി, അല്ലെ ഇവനാണ് എൻ്റെ പ്രശ്നക്കാരൻ എന്നങ്ങ് സ്വയം സ്ഥാപിക്കുകയാണ്. കാരണം എന്താണ്? സ്വന്തമായിട്ട് ഒരറിവുമില്ല, ഞാനാണ്, എൻ്റെ സൈഡിൽ നിന്ന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ എപ്പോഴും കപ്പാസിറ്റി വരുന്നു. അവർ ഇൻഡിവിജ്വലാണ്, അവരെ ഒന്നും ബാധിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് വൈ നോട്ട് ഗോ ടു എ ബുദ്ധിസ്റ്റ് പ്ലേസ്? ഒരു 6 മാസം പോയി ഒരു ബുദ്ധിസ്റ്റ് റിട്രീവൽ ചെയ്യുക, അവിടെ പോയി ഒരു മെഡിറ്റേഷൻ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇറ്റ് മേക്സ് യു എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. അതെ, ഇല്ല, ഞാൻ ഇതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തൊരു കാര്യം കൂടെ പറയായിരുന്നു. അതായത് ഒരു ബുദ്ധിസ്റ്റിൻ്റെ അത് പോയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്, ഒരു 10 days നിങ്ങൾക്ക് ഒരു നോർമൽ വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ 10 days ജസ്റ്റ് ഡു വാട്ട് യു ഫീൽ. ആ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങാനോ ഒന്നും പാടില്ല. ഒരു 10 days അവിടെ ഇരുന്ന് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, വേറെ ഒരു ആക്ടിവിറ്റിയും പാടില്ല. നിങ്ങൾക്ക് ഡേ ടു ഡേയിൽ ഉറങ്ങാം, എണീക്കാം. ഇങ്ങനെ ഒരു 10 days ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് എനഫ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു ആദ്യത്തെ 2 ദിവസം ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. പക്ഷേ ആഫ്റ്റർ ദാറ്റ് യു വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് പീസ് എലമെൻറ്റ്. ആ ഒരു എന്താണ് ആ പീസ് എന്നുള്ളൊരു ഞാൻ കേട്ടിട്ടുള്ളൊരു സാധനമാണ്.
അപ്പം അല്ല, അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് ഞാൻ കേട്ടൊരു സംഭവമാണ്. നിങ്ങൾ ആണുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? സ്വന്തമായിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്തതാണ് ആണുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ശരി, സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കാൻ പറ്റുന്ന ഒരാണാണെങ്കിൽ അതെ he'll be okay. അതെ Comfortable. ബീയിങ് അലോൺ. Exactly. അതെ അവിടെയാണ് പലപ്പോഴും നമ്മൾ കോ ഡിപ്പെൻഡൻസി, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കൂടുതലായിട്ട് അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നിടത്താണ്. അതെ അല്ല വളരെ think ശരിയാണ്. every അതായത് problem നമ്മുടെ ഒരു starts. ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ അച്ഛനമ്മ ഡിപ്പെൻഡൻസി, അവിടെ നിന്ന് ഫ്രണ്ട്സ് ഡിപ്പെൻഡൻസി, അത് കഴിഞ്ഞാൽ ഉടനെ ഒരു പാർട്ട്ണറിലോട്ട് ഡിപ്പെൻഡൻസി, അങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യണം ആ സൈക്കിൾ അല്ലേ. അവിടെ ഒരിടത്ത് ഒരു ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ചിന്തിക്കുക. പറയുമ്പോൾ ഞാൻ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാലും ആർ യു റിയലി ഇൻഡിപെൻഡന്റ് എന്ന് ചോദിക്കുന്ന ഉത്തരം 0 ആയിരിക്കും അല്ലേ. മനുസ്മൃതിയിലൊക്കെ പറഞ്ഞു. അതെ അല്ലേ. അപ്പൊ എന്തായാലും ഐ തിങ്ക് എവിടെ നിൽക്കിയോ തുടങ്ങി എവിടെയൊക്കെയോ പോയി അല്ലേ. എവിടെ പോയി, ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ പറഞ്ഞ ഇത്രയാണ്. അതായത് മാസ്റ്റർബേഷൻ കഴിവതും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിവതും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അർജികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ട് അൾട്ടിമേറ്റ്ലി ആ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കുക നിങ്ങൾക്കൊരു വലിയ ഡോപ്പമൈൻ ഹിറ്റ് കിട്ടുമെന്നും ഡീസെൻസിറ്റീവൈസ് ആവുമെന്നും പെർസ്യൂട്ട് കുറയുമെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ആ അറിവ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്.